ഹായ് ഗൈസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് DC മെഷീൻസിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് DC മെഷീൻസിൻ്റെ ഒരു ഇൻട്രോ നോക്കാം. കൺസ്ട്രക്റ്റഡ് ഇൻ മെനി ഫോംസ് ആൻഡ് യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. അപ്പോൾ ഒരുപാട് ഫോംസിൽ നമ്മൾ DC മെഷീൻസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. മാത്രമല്ല അത് ഒരുപാട് പർപ്പസസിന് യൂസ് ചെയ്യാറുമുണ്ട്. ദ ഔട്ട്പുട്ട് ഓഫ് ദ DC മെഷീൻ ഈസ് DC ഔട്ട്പുട്ട് ബിക്കോസ് ദേ കൺവേർട്ട് AC വോൾട്ടേജ് ടു DC വോൾട്ടേജ്. അപ്പോൾ DC മെഷീൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ഔട്ട്പുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ AC അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നത്? DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ടാണ് ചെയ്യുന്നത്. DC മെഷീൻ ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോർ എ മോട്ടോർ. ഒരു മോട്ടോറിൽ മെയിനായിട്ട് മിക്കവാറും യൂസ് ചെയ്യുന്നത് DC മെഷീൻ ആയിരിക്കും. ഇനി മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് മെഷീൻ ഇൻക്ലൂഡ് ടോർക്ക് റെഗുലേഷൻ ആസ് വെൽ ആസ് ഈസി സ്പീഡ്. അപ്പോൾ നമ്മുടെ DC മെഷീൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ടോർക്ക് റെഗുലേഷനും നല്ല ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സ്പീഡുമാണ്. പിന്നെ അത് ഹൈലി വെർസറ്റൈലും ഫ്ലെക്സിബിളുമാണ്. ദെൻ ഈസിലി അഡാപ്റ്റബിൾ ഫോർ ഡ്രൈവ്സ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾസ് ആൻഡ് ഫാസ്റ്റ് റിവേഴ്സൽസ്. അപ്പോൾ ഈ വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾസും ഫാസ്റ്റ് റിവേഴ്സലും ഉള്ള സിസ്റ്റത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റബിൾ ആക്കി എടുക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നല്ല എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ DC മെഷീൻ. ഇനി ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് എന്തൊക്കെയാണ്? കോംപ്ലക്സിറ്റി ഓഫ് ഡിസൈൻ മെയിൻലി ഡ്യൂ ടു ദ യൂസ് ഓഫ് ബ്രഷ് ഗിയർ വിച്ച് മേ ബി സബ്ജക്റ്റ് ടു സ്പാർക്കിംഗ്. അപ്പോൾ ഈ ബ്രഷ് ഗിയർ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ ഡിസൈൻ കുറച്ച് കോംപ്ലക്സ് ആവാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ, എ DC മെഷീൻ കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേഷനറി പാർട്ട് കാൾഡ് ഫീൽഡ് സ്ട്രക്ചർ ആൻഡ് എ റൊട്ടേറ്റിംഗ് പാർട്ട് കാൾഡ് ആർമേച്ചർ. അപ്പോൾ നമ്മുടെ DC മെഷീനിൽ മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ട്, അതിനെ നമ്മൾ ഫീൽഡ് സ്ട്രക്ചർ എന്നും പറയാറുണ്ട്. ദെൻ റൊട്ടേറ്റിംഗ് പാർട്ടാണുള്ളത്, അത് ആർമേച്ചർ എന്ന് പറയുന്നു. സോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് DC മെഷീൻ നോക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ DC മെഷീൻ. അപ്പോൾ ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാണാം? ഒരു രണ്ട് നോർത്ത് പോള്, രണ്ട് സൗത്ത് പോള്, അതായത് മാഗ്നറ്റിൻ്റെ ഇത് വെച്ചിട്ട്. ദെൻ ഇതാണ് നമ്മുടെ യോക്ക്, ഇത് കമ്മ്യൂട്ടേറ്റർ. ദെൻ ഇതാണ് പറഞ്ഞത് ബ്രഷ് ഗിയേഴ്സ്. സോ ഇവിടെ ആർമേച്ചർ വൈൻഡിങ് വരും. ഇത് പോൾ ഷൂ, ഇത് പോൾസ്. ദെൻ ഇതിനെ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. ഇനി ഓരോരോ പാർട്ടായിട്ട് നോക്കുവാണ്. ഫസ്റ്റ് നമ്മൾ യോക്ക് എന്താ നോക്കുവാണ്. യോക്ക് ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സിലിണ്ട്രിക്കൽ പാർട്ട് ഓഫ് ദ മെഷീൻ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ മെഷീൻ്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചറാണ് എടുത്തത്. അപ്പം ക്രോസ് സെക്ഷണൽ ഫിഗറൊക്കെയാണ് ഈ എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ, അതായത് ഹോളായിട്ട് നോക്കാതെ അതിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്താൽ എങ്ങനെ വരും ആ ഫിഗറാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ എളുപ്പത്തിന് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ യോക്ക് എന്ന് പറയുന്ന ഔട്ടറിലല്ലേ വരുന്നത്. അപ്പോൾ നമ്മളല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മെഷീനെ പൊതിഞ്ഞിരിക്കുന്ന ഔട്ടർ മോസ്റ്റ് സിലിണ്ട്രിക്കൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷീൻ എന്ന് പറയുന്നത്. സോ മെഷീനല്ല, യോക്ക് എന്ന് പറയുന്നത്. യോക്ക് എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. യോക്ക് ആക്ട് ആസ് ദ സപ്പോർട്ടിംഗ് ഫ്രെയിം ഫോർ ദ മെഷീൻ. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ സപ്പോർട്ടിംഗ് ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യുന്നത് എന്തുവാണ്? യോക്കാണ്. ഇറ്റ് കംപ്ലീറ്റ്സ് ദ പാത്ത് ഫോർ ദ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ നമ്മുടെ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതും യോക്കാണ്. പ്രൊട്ടക്ട്സ് ദ എൻറ്റയർ മെഷീൻ ഫ്രം ദ മോയ്സ്ചർ, ഡസ്റ്റ് എക്സെട്ര. ഞാൻ പറഞ്ഞു ഇതൊരു ഔട്ടർ മോസ്റ്റ് സിലിണ്ട്രിക്കൽ പാർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീനെ മോയ്സ്ചറിൽ നിന്നും ഡസ്റ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ യോക്കാണ്. ഇൻ സ്മോൾ DC മെഷീൻസ് യോക്ക് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. ചെറിയ DC മെഷീൻസിലൊക്കെ ആണെങ്കിൽ യോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻ ലാർജ് DC ജനറേറ്റേഴ്സ് യോക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. ലാർജ് DC ജനറേറ്റേഴ്സിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? യോക്ക് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അതായത് സ്മോൾ DC മെഷീനിലാണെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടും, ലാർജ് DC ജനറേറ്ററിലാണെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി യോക്കിന് തന്നെ വേറൊരു പേര് നമ്മൾ കൊടുക്കാറുണ്ട്, ഫ്രെയിം. അനദർ നെയിം ഓഫ് എ യോക്ക് ഈസ് ദ ഫ്രെയിം. സെക്കൻഡ് പാർട്ട്, പോൾസ്. Pole consists of a pole core and a
പോൾ ഷൂ. അപ്പോൾ ഈ പോൾ എന്ന് പറയുന്ന പാർട്ടിനകത്ത് തന്നെ രണ്ട് പാർട്ട് വരും. ഒരു പോൾ കോറും പോൾ ഷൂവും വരും. ദ ഫീൽഡ് കോയിൽ ഈസ് ഫൗണ്ട് ഓൺ ദ പോൾ കോർ. അപ്പോൾ ഈ പോൾ കോറിൻ്റെ പുറത്താണ് നമ്മൾ ഫീൽഡ് കോയിൽ വൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പോൾ ഷൂ ഇൻ DC machine is an extensive part as well as enlarge the region of the pole. അപ്പോൾ ഈ DC മെഷീനിലെ പോൾ ഷൂ എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പാർട്ടാണ്. മാത്രമല്ല അതെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ പോളിൻ്റെ റീജിയനിലെ എൻലാർജ് ചെയ്യിപ്പിക്കും. പോൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ഓർ ഫോർജ്ഡ് സ്റ്റീൽ. കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മുടെ പോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ചില മെഷീൻസിൽ ലാമിനേറ്റഡ് സ്റ്റീലിൻ്റെ ഷീറ്റ് കൊണ്ട് പോൾസ് ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സപ്പോർട്ട്സ് ദ ഫീൽഡ് കോയിനെ സപ്പോർട്ട് ചെയ്യും. സെക്കൻഡ് വൺ സ്പ്രെഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ്. അപ്പോൾ എയർ ഗ്യാപ്പിൽ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ സ്പ്രെഡ് ചെയ്യിക്കും. തേർഡ് പോയിന്റ് ഫീൽഡ് കോയിൽസ്. തേർഡ് പാർട്ടാണ് നമ്മുടെ ഫീൽഡ് കോയിൽ. അപ്പോൾ ഈ ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ഫീൽഡ് കോയിൽ പോൾ കോറിനെ വൗണ്ട് ചെയ്താണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫീൽഡ് കോയിലാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. ദീസ് ആർ വൗണ്ട് ഓൺ പോൾ കോർസ്. സെക്കൻഡ് വൺ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദ കണക്ഷൻസ് ആർ അറേഞ്ച്ഡ് സോ ദാറ്റ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദീസ് കോയിൽസ് ഓൾട്ടർനേറ്റീവ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ മെയ്ഡ്. അപ്പോൾ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കണക്ഷൻ കാരണം നമ്മൾ കറണ്ട് ഈ കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റ് സൗത്തും നോർത്തും പോൾ വരുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ദേ ആർ മെയ്ഡ് ഫ്രം ഇനാമൽഡ് കോപ്പർ വെയർ. അപ്പോൾ ഈ ഫീൽഡ് കോയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇനാമൽഡ് കോപ്പർ വെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഫോർത്ത് പാർട്ടാണ് ആർമേച്ചർ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് DC മെഷീൻ വേർ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ആസ് ഇറ്റ് റൊട്ടേറ്റ്സ് റിലേറ്റീവ് ടു ദ മെയിൻ ഫീൽഡ്. അപ്പോൾ ആർമേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ DC മെഷീൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. അവിടെയാണ് നമ്മുടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. Then armature consists of a toothed core, a winding dropped in the core slots and a commutator mounted on the armature shaft. അപ്പോൾ എന്തൊക്കെയാണ് ആർമേച്ചറിനകത്തുള്ളത്? ഒരു ടൂത്ത് കോർ ഉണ്ട്, പിന്നെ കോർ സ്ലോട്ട്സിൽ ഒരു വൈൻഡിങ് വരുന്നുണ്ട്, പിന്നെ ഒരു കമ്മ്യൂട്ടേറ്ററും ഉണ്ട്. ദ ആർമേച്ചർ കോർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇലക്ട്രിക്കൽ സ്റ്റീൽ ലാമിനേഷൻസ്. അപ്പോൾ ഇലക്ട്രിക്കൽ സ്റ്റീൽ ലാമിനേഷൻസ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ. ഫിഫ്ത്ത് പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ DC മെഷീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ കമ്പോണൻറ്റ് ഓഫ് DC മെഷീൻ. ഇറ്റ് ഈസ് എ ഹോളോ സിലിണ്ടർ. അതൊരു ഹോളോ സിലിണ്ടറാണ്. ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് സെഗ്മെൻറ്റ് ഓഫ് ഹൈ കണ്ടക്ടിവിറ്റി ഹാർഡ് ഡ്രോൺ ഓർ ഡ്രോപ്പ് ഫോർഡ് കോപ്പർ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വെഡ്ജ് ഷേപ്ഡ് സെഗ്മെൻറ്റ് ഓഫ് ഹൈ കണ്ടക്ടിവിറ്റി, അതായത് ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള വെഡ്ജ് ഷേപ്ഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് എന്തായിരിക്കും? മിക്കവാറും ഹാർഡ് ഡ്രോൺ അല്ലെങ്കിൽ ഡ്രോപ്പ് ഫോർജ്ഡ് കോപ്പർ ആയിരിക്കും ആ മെറ്റീരിയൽ. ദ സെഗ്മെൻറ്റ്സ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ തിൻ ലെയർ ഓഫ് മൈക്ക. അപ്പോൾ ഈ സെഗ്മെൻറ്റ്സ് ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലേക്ക് കണക്ട് ചെയ്യാതെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു മൈക്ക ലെയർ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഫങ്ഷൻ എന്തൊക്കെയാണ്? കൺവേർട്സ് ദ ഓൾട്ടർനേറ്റിംഗ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇൻറ്റു യൂണി ഡയറക്ഷണൽ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് ഇമ്പിഡൻസ്. അപ്പോൾ നമ്മുടെ ആർമേച്ചർ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് EMFനെ യൂണി ഡയറക്ഷണൽ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂട്ടേറ്ററാണ്. ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് പറയുമ്പോൾ ബൈ ഡയറക്ഷണലാണ്, രണ്ട് ഡയറക്ഷൻ വരും. അതിനെ യൂണി ഡയറക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂട്ടേറ്ററാണ്. ദെൻ സിക്സ്ത് പാർട്ട് എന്ന് പറയുന്നത് ബ്രഷ്. ഫങ്ഷൻ ഓഫ് ബ്രഷ് ഈസ് ടു കളക്ട് കറണ്ട് ഫ്രം ദ റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടേറ്റർ ആൻഡ് ഡെലിവേഴ്സ് ഇറ്റ് ടു ദ എക്സ്റ്റേണൽ ലോഡ് ഇമ്പിഡൻസ്. അപ്പം ബ്രഷിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്തുവാണ്?
കറണ്ടിനെ കളക്ട് ചെയ്ത്, അതായത് റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ നിന്നുള്ള കറണ്ടിനെ കളക്ട് ചെയ്തിട്ട് എക്സ്റ്റേണൽ ലോഡ് ഇമ്പിഡൻസിലോട്ട് കൊടുക്കുക. ഇനി ഈ ബ്രഷസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രഷസ് ആർ മെയ്ഡ് ഓഫ് കാർബൺ. ബ്രഷസ് ആർ മൗണ്ടഡ് ഇൻ എ ബോക്സ് ടൈപ്പ് ബ്രഷ് ഹോൾഡർ ആൻഡ് ആർ ഹെൽഡ് ഓൺ ദ കമ്മ്യൂട്ടേറ്റർ ബൈ എ സ്പ്രിങ്. അപ്പോൾ നമ്മൾ ബ്രഷസിനെ എന്തിൽ വെക്കും? ബോക്സ് ടൈപ്പ് ബ്രഷ് ഹോൾഡറിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് കമ്മ്യൂട്ടേറ്റർ, അതായത് ഒരു സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂട്ടേറ്ററിൽ ഹെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിത്രയാണ് ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷനും ഇൻട്രോ പാർട്ടും എല്ലാം. ഇനി അതിലത്തെ ഡി സി മെഷീനിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഡി സി മോട്ടോർ. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ പവർ ഇൻറ്റു മെക്കാനിക്കൽ പവർ. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പവറിനെ മെക്കാനിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്തോന്ന്? ഡി സി മോട്ടോർ. ഇറ്റ് റിസീവ്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം ദ സപ്ലൈ മെയിൻസ് and delivers mechanical power to any load coupled to it. Thus, a motor can be used to drive a generator. അപ്പോൾ എന്താ ചെയ്യുന്നത്? മെയിൻ സപ്ലൈ എന്നുള്ള ഇലക്ട്രിക്കൽ പവറിനെ റിസീവ് ചെയ്തിട്ട് അത് ലോഡിലോട്ട് മെക്കാനിക്കൽ പവർ ഡെലിവർ ചെയ്യുന്നത് നമ്മുടെ ഡി സി മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനറേറ്റർ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഡി സി മോട്ടർ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ് പറയാൻ പോകുന്നത്? വെൻ എ മെക്കാനിക്കൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇഫ് ദ കണ്ടക്ടർ ഈസ് ഫ്രീ ടു മൂവ്, ഇറ്റ് ഡസ് മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലോട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുവാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിനകത്തിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തോട്ട് നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കണ്ടക്ടർ മൂവ് ചെയ്യാൻ ഫ്രീ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് F=BIL, where B is the magnetic field in which the conductor is placed. B എന്തുവാണ്? കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അതായത് കണ്ടക്ടർ ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണോ വെച്ചേക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ B എന്ന് പറയുന്നത്. ദെൻ I is the current carried by the conductor. കണ്ടക്ടർ ക്യാരി ചെയ്ത കറണ്ടാണ് I. ദെൻ L is the ആക്റ്റീവ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. നമ്മുടെ കണ്ടക്ടറിൻ്റെ ആക്റ്റീവ് ലെങ്തിനെയാണ് നമ്മൾ L ആയിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, പാർട്സ് ഓഫ് എ ഡി സി മോട്ടോർ. ഡി സി മോട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. ഫസ്റ്റ് പാർട്ട് എന്തുവാണ്? ആർമേച്ചർ. അതാണ് നമ്മുടെ റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ്. അതെന്തുവാണ്? നമ്മുടെ ഡി സി മെഷീൻ അല്ലെങ്കിൽ ഡി സി മോട്ടറിൻ്റെ സ്റ്റേഷനറി പാർട്ടാണ്. അപ്പോൾ അടുത്ത് പ്രൊഡക്ഷൻ ഓഫ് ടോർക്ക് ഇൻ എ ഡി സി മോട്ടർ, അതിൻ്റെ ഫിഗറാണ്. നിങ്ങളിങ്ങനെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അതുപോലെ ഇത് നമ്മുടെ നോർത്ത് പോൾ, ഇത് നമ്മുടെ സൗത്ത് പോൾ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോവും, ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. ഇതിൽ വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഫിഗറിന് when the field magnet are excited and current is sent through the armature conductor, then the conductor experiences a force tending to rotate the armature. അപ്പോൾ നമ്മുടെ ഫീൽഡ് മാഗ്നറ്റിനെ എക്സൈറ്റ് ചെയ്തിട്ട് കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യിക്കുമ്പോഴത്തേക്കും കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ലെറ്റ് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് under the north pole carry current in the direction normal to the surface and pointing inwards as shown in the figure. അപ്പോൾ നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സ് നോർത്ത് പോളിന് വെച്ചിട്ടാണ് കറണ്ട് ക്യാരി ചെയ്യുന്നതെങ്കിൽ സർഫസിന് നോർമലായിട്ട് അതെന്തു ചെയ്യും? ആൻഡ് പോയിൻറ്റിങ് ഇൻവേർഡ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ
നോർത്ത് പോളിലാണ് വരുന്നതെങ്കിൽ അതെന്താ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർമൽ ടു ദ സർഫസ് ആയിരിക്കും. പിന്നെ പോയിൻറ്റിങ് ഇൻവേർഡ്സ് ആയിരിക്കും. പോയിൻ്റ് ചെയ്യുന്നത് അകത്തോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ നോർത്ത് പോളിൻ്റെ ഫിഗർ. ഇനി similarly, let the conductors under the south pole carry current in the direction normal to the surface and pointing outwards as shown by the dots. അപ്പോൾ ഇതാണ് ഡോട്ട്സ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഔട്ട്വേർഡ്സ് പോകുന്നതെന്നും ഇതുകൊണ്ട് നമ്മൾ ഇൻവേർഡ്സ് വരുന്നതെന്നുമാണ് സൂചിപ്പിക്കുന്നത്. എന്തുവാണ്? ആർമേച്ചർ കണ്ടക്ടേഴ്സ് അണ്ടർ ദ നോർത്ത് പോൾ കയറി കറണ്ട് ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ സർഫസ് ആൻഡ് പോയിൻറ്റിങ് ഇൻവേർഡ്സും ഇവിടെ വരുമ്പോൾ തിരിച്ചു. അപ്ലൈയിങ് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ഈച്ച് കണ്ടക്ടർ. ദിസ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ ആർമേച്ചർ കണ്ടക്ടർ ടെൻസ് ടു റൊട്ടേറ്റ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കണ്ടക്ടറിലും ഫോഴ്സ് എക്സർട്ട് ചെയ്ത ഡയറക്ഷൻ അറിയാൻ പറ്റും. ദിസ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ, അപ്പോൾ ഈ ആർമേച്ചർ കണ്ടക്ടറിൽ നമ്മൾ എക്സർട്ട് ചെയ്ത ഫോഴ്സ് കാരണം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞായിരുന്നു ഫിഗറിൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. These forces on the conductor add up to produce driving torque which causes rotation of the armature. അപ്പോൾ ഈ കണ്ടക്ടറിലുള്ള ഈ ഫോഴ്സസ് എല്ലാം ചേർന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡ്രൈവിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് കാരണം നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ആവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ബാക്ക് ഇ എം എഫ്. സോ ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പം ജസ്റ്റ് ഇൻട്രോ പറഞ്ഞിട്ട് ആ ഫിഗർ ഇപ്പോൾ in a DC motor as the armature rotates its conductor also rotate and cuts the flux of the pole. അപ്പോൾ ഒരു DC മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടക്ടറും റൊട്ടേറ്റ് ചെയ്യുകയും അത് കാരണം പോൾസിൽ ഫ്ലക്സ് കട്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലാ അനുസരിച്ച് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ആസ് പെർ ദ ലാ ഓഫ് EMI, and EMF is induced in the conductor. By Fleming's left-hand rule, the direction of this EMF is opposite to the applied voltage. അപ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ നമുക്ക് കിട്ടിയ EMFൻ്റെ ഡയറക്ഷൻ എന്തുവാണ്? അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ EMFനെ നമ്മൾ എന്തു പറയും? കൗണ്ടർ EMF ഓർ ബാക്ക് EMF അല്ലെങ്കിൽ EB എന്ന് പറയും. That is counter EMF or back EMF. സോ അതാണ് EB. ഇത് വോൾട്ടേജ് V, ഇത് E. EB എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വോൾട്ടേജിൻ്റെയും ഇയുടെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് EB വരുന്നത്. പിന്നെ ജസ്റ്റ് ഈ ഫിഗർ അങ്ങ് നോക്കി വെച്ചാൽ മതി. ഇനി ബാക്ക് EMF EB ഈസ് ഗിവൺ ബൈ EB equal to phi Z n by 60 into P by A. ഇവിടെ phi എന്താണ്? Phi is the flux per pole, then Z is the total number of conductors, n is the speed of armature in RPM, P number of poles, and A is the number of parallel path. ഇനി DC ആർമേച്ചർ വൈൻഡിങ് 2 ടൈപ്പ് ഉണ്ട്. ലാപ്പ് വൈൻഡിങ്ങിലാണെങ്കിൽ A ഈക്വൽ ടു P, അതായത് നമ്പർ ഓഫ് പാരലൽ പാത്ത് നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ആയിരിക്കും. ഇനി വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഗൈസ്.